പതിവിലും വിപരീതമായി ഇന്നൊരു ദുഃഖ വാർത്തയുമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച തീർച്ചയായിട്ടും നമ്മളെ അത്യന്തം ഹൃദയം കീറിമുറിക്കുന്ന ഒരു വേദനയോടുകൂടി ഇരുന്നാണ് നമ്മൾ ഈ വിഷയം നമുക്ക് ഇത് ചർച്ചയ്ക്കെടുക്കാൻ പോലും വളരെ ഒരു വേദനയുണ്ട്. അത്ര ഭീകരമായ വേദനയുള്ള ഒരു വിഷയം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ള ഒരു ഭീകരാക്രമണത്തിൽ 29ഓളം പേരാണ് ഏകദേശം ഇപ്പോൾ കൊല്ലപ്പെട്ടത്. തീവ്രവാദികളൊന്നുമല്ല, വിനോദസഞ്ചാരികളായി എത്തിയ 29 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത്. ആ നാട്ടിൽ അതിഥികളായി എത്തിയവരാണ്. വിനോദസഞ്ചാരികൾ എന്ന് പറയുമ്പോൾ അവിടെ അതിഥികളായി എത്തിയ, അവിടുത്തെ ജനത്തിനെ വിശ്വസിച്ച് അവർക്ക് എല്ലാ സംരക്ഷണവും കിട്ടുമെന്നുള്ള ഉറപ്പിൽ ആ നാട് സന്ദർശിക്കാൻ എത്തിയ വെറും നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് പേരാണ് അപ്പോൾ അതിലൊരു മലയാളിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അവർക്കൊരു ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വളരെ പരമവേദനയോടുകൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അവർക്കൊരു ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച തുടരാം. സാർ, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം ഇപ്പം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പാകിസ്ഥാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ഒരു കാശ്മീരല്ല ഇന്നുള്ളത്. മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം വളരെയധികം മാറ്റങ്ങൾ കാശ്മീരിൽ ഉണ്ടായി കഴിഞ്ഞു. വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരുപക്ഷെ മോദി സർക്കാർ ഇങ്ങനെ മാറ്റിയത് കൊണ്ടാണോ ഈ പാകിസ്ഥാൻ അവിടെ കയറി ഇങ്ങനെ ആക്രമിക്കാൻ കാരണം? അല്ല, പാകിസ്ഥാനിൽ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് ചരിത്രം നമുക്ക് അതിന് പുറകിലോട്ട് പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ. കാര്യം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരുടെ, പ്രത്യേകിച്ച് അന്ന് ഭരിച്ച കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു കറവ പശുവായിരുന്നു കാശ്മീർ എന്ന് പറയുന്നത്. കാശ്മീർ പ്രശ്നം എന്നും ഒരു വലിയ തലവേദനയായിട്ടും എന്നും ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പേരിൽ കോടികളാണ്, ശതകോടികൾ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രമാത്രം പണം ഈ അന്ന് ഭരിച്ചവർ ഇതിൻ്റെ മറവിൽ കൊള്ളയടിച്ചിരുന്നു. കാര്യം ഒരു കാരണവശാലും കാശ്മീരിൽ സമാധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചത് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരാണെന്ന് നമുക്ക് പച്ചയ്ക്ക് പറയേണ്ടി വരും. കാര്യം അങ്ങനെ അവിടെ ഒരു ടെൻഷൻ നിലനിന്നാൽ മാത്രമേ ഈ ഇതിൻ്റെ പേരിൽ കോടികൾ കാശ്മീരിൻ്റെ വികസനത്തിനും അല്ലെങ്കിൽ കാശ്മീരിലെ സുരക്ഷയ്ക്കും വേണ്ടിയൊക്കെ ഒഴുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സിംഹഭാഗവും കട്ടുതിന്നത് അന്ന് കാശ്മീർ ഭരിച്ച ഫറൂഖ് അബ്ദുള്ള ഉൾപ്പെടെയുള്ള അന്നത്തെ നേതാക്കളായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ അവസരത്തിലാണ് മോദി സർക്കാർ 2014 അധികാരമേൽക്കുകയും മോദി സർക്കാർ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയുകയൊക്കെ ചെയ്തു. പക്ഷേ നമ്മളൊരു കാര്യം, അന്ന് ഇന്ത്യയെ പിടിച്ചുലച്ച വലിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും ഒക്കെ നടന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മോദി സർക്കാരിൻ്റെ അന്നത്തെ, അതായത് ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് മോദി സർക്കാർ ഇതിനെല്ലാം അടിച്ചമർത്തി കാശ്മീരിലെ ഒരു വലിയ സംരക്ഷണ വലയം തീർത്തതോടുകൂടിയാണ് കാശ്മീരിന് ഇന്ന് കാണുന്ന ഒരു കാശ്മീരായിട്ട്, സമാധാനം ഉള്ള ഒരു കാശ്മീരായിട്ട് നമുക്കറിയാം. പണ്ടൊരു സമയത്ത് കല്ലെറിയുമായിരുന്നു. അതെ, പട്ടാളക്കാരെ കല്ലെറിയുന്ന ഒരു സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശത്രുക്കളാണെന്ന് ഒരു ബോധ്യം നേരത്തെ ഭരിച്ച കാശ്മീർ ഭരിച്ച സർക്കാർ ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ നമ്മൾ അവിടുത്തെ ജനങ്ങളെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവിടെ ഉള്ളവരൊന്നും ജനിച്ചപ്പോഴേ തീവ്രവാദികളായിട്ട് ജനിച്ച ആൾക്കാരൊന്നുമില്ല. പക്ഷേ അവരുടെ മനസ്സിൽ തീവ്രവാദം കുത്തിവെച്ചത് നമ്മളെ ഇന്ത്യയിൽ ഭരിച്ചിരുന്ന അന്നത്തെ സർക്കാരുകൾ, അത് കാശ്മീർ ഭരിച്ചിരുന്നവർ. അവർ ഇന്ത്യൻ സൈന്യം അവരുടെ ശത്രുക്കളാണെന്നും അവരെ കൊല്ലാൻ വന്നവരാണെന്നും അവരെ വധിക്കാൻ വന്നവരാണെന്നും അവിടുത്തെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വന്നവരാണ് ഇന്ത്യൻ പട്ടാളമാണെന്നുള്ളൊരു ബോധ്യം അവിടെ ഭരിച്ചിരുന്ന സർക്കാർ തന്നെ അവിടെ ഭരിച്ചിരുന്നു. അപ്പോൾ ആ മോദി സർക്കാർ, നമുക്ക് വിഷയത്തിലോട്ട് ഡയറക്റ്റ് തന്നെ പറയാം. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളയുന്നു, പട്ടാളത്തെ അവിടെ വിന്യസിക്കുന്നു. ഇസ്രായേൽ നൽകിയ ചില സാങ്കേതിക വിദ്യകളും മറ്റ് ചില അവരുടെ രീതികൾ, മൊസാദ് കൊടുത്ത ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കാശ്മീരിൻ്റെ മുക്കും മൂലയും ഇന്ത്യൻ പട്ടാളം അരിച്ചു പറക്കുന്നു. മിക്കവാറും ഈ തീവ്രവാദികളെല്ലാം തന്നെ പിടിച്ച് കാലപുരിക്ക് അയക്കുന്ന ഹൂറികളെടുത്ത് അയക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പട്ടാളത്തിന് കഴിഞ്ഞു. അങ്ങനെ നമുക്കറിയാത്ത നിരവധി രഹസ്യമായ ഓപ്പറേഷനുകൾ, അതായത് മാധ്യമങ്ങളിൽ വരാത്ത നിരവധി സംഭവങ്ങൾ അവിടെ നടന്നു. അപ്പോൾ പരമാവധിയുള്ള തീവ്രവാദികളെല്ലാം തന്നെ അന്ന് തന്നെ ഈ ഹൂറികളെടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു പാകിസ്ഥാനിലേക്ക് വീണ്ടും മടങ്ങി പോവുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ പുറത്താണ് അവിടുത്തെ ജനങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല ടൂറിസത്തിൻ്റെ വലിയ അനന്ത സാധ്യതകൾ
മോദി തന്നെ നേരിട്ട് ഇടപെട്ട് ലോകരാജ്യങ്ങളോടെല്ലാം പറഞ്ഞു ഈ കാശ്മീരിലേക്ക് ടൂറിസ്റ്റുകളെ അയക്കണമെന്നും കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിച്ചുവെന്നും മോദി തന്നെ ലോകത്തോട് ആവശ്യപ്പെട്ടതിൻ്റെ പ്രകാരം വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കാശ്മീരിൽ വരാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ നേരത്തെ തൊഴിലില്ലായിരുന്ന ചെറുപ്പക്കാർ മയക്കുമരുന്നിനും മറ്റ് വിൽപ്പനകളും നടത്തി ഈ തീവ്രവാദത്തിലേക്ക് പോയിരുന്ന ആൾക്കാരിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക വരുമാനമില്ലായിരുന്നു. അവർ ഈ തീവ്രവാദ സംഘടനകൾ കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും തുക കൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മാറി അവർ പിന്നെ മുഖ്യധാരയിലേക്ക് വരികയും അവർ രാജ്യസ്നേഹികളായി മാറുകയും അവർക്ക് വലിയ തൊഴിലവസരങ്ങൾ മോദി ഉണ്ടാക്കി കൊടുത്തു. 1,00,000 കോടി രൂപയാണ് കാശ്മീരിന് വേണ്ടി പ്രത്യേക പാക്കേജായിട്ട് മോദി സർക്കാർ 1,00,000 കോടി. അപ്പോൾ അതിൻ്റെ കാശ്മീരിൻ്റെ വികസന പ്രവർത്തനം ഇതിലൊന്നും 1 രൂപ പോലും ഈ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാർ ഭരിച്ചതുപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പോക്കറ്റിലോട്ട് പോയിട്ടില്ല. കൃത്യമായി ആർക്കാണോ ഈ പണം അർഹതപ്പെട്ടത് അവരുടെ പോക്കറ്റുകളിലേക്ക് പണം എത്തിക്കാൻ മോദിക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് അവിടെ ജനങ്ങൾ ഈ മോദി സർക്കാരിനോടൊപ്പം ആദ്യം അവർക്കൊരു ചെറിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി അവർക്ക് ഒരുപാട് തൊഴിലവസരങ്ങൾ വന്നു. കാശ്മീരിൽ വിവിധ വ്യവസായങ്ങൾ വന്നു. പിന്നെ കാശ്മീരിലെ ആപ്പിൾ തന്നെ കയറ്റി അയക്കാനും അതിൻ്റെ ഫ്രൂട്ട്സ് സംസ്കരണത്തിനൊക്കെ ആയിട്ടുള്ള വിദേശ കമ്പനികൾ ഒരുപാട് കമ്പനികൾ അവിടെ വന്നു. അങ്ങനെയൊക്കെ ഒരു വലിയ വികസനത്തിൻ്റെ പാത തന്നെ അവിടെ വെട്ടി തുറന്നതോടുകൂടി തീവ്രവാദികൾക്ക് പിന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുക. കാര്യം അവർക്ക് പിന്നെ വേറെ പറയാനൊന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് വളരെ വേദനാജനകമായ ഈ സംഭവം. ഏകദേശം 29 പേര് മരണപ്പെട്ടു കഴിഞ്ഞു. ബാക്കി നിരവധി പേര് ഇപ്പോൾ ആശുപത്രിയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കേറെ ദുഃഖകരമെന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ജീവനുകളും തുല്യമാണ് എങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാളും മരണപ്പെട്ടു. ഏറ്റവും സങ്കടകരമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന ഒരു ദമ്പതികളെ അതിൽ ഭർത്താവിനെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ ഹിന്ദു ആണോ എന്ന് ചോദിക്കുന്നു. അയാളെ ഷൂട്ട് ചെയ്യുന്നു. അയാൾ മരിക്കുന്നു. അയാൾ മരിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ ഭാര്യ കാല് പിടിച്ച് ഈ തീവ്രവാദികളോട് പറയുന്നു എന്നെയും കൂടെ കൊല്ലൂ എന്ന് പറയുന്നു. അവർ യാചിക്കുകയാണ്. എന്നെ മാത്രം ഇവിടെ ഇട്ടിട്ട് പോകാതെ നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറയും. അപ്പോൾ ഈ തീവ്രവാദികൾ പറയുന്ന ഒരു വാചകമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മോദിയുടെ അടുത്ത് പോയി പറയും, ഞങ്ങളിത് ചെയ്തു എന്ന് നിങ്ങൾ പോയി നിങ്ങളുടെ മോദിയുടെ അടുത്ത് പറയും. അപ്പം സ്ത്രീകളുടെ അടുത്ത് പോലും യാതൊരുവിധ കരുണയില്ലാത്ത വളരെ വൃത്തികെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഇവരെ അതായത് ഇവന്മാരെ ഏറ്റവും വലിയ ശിക്ഷ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ ഈ ഇവന്മാരെ ഉപദ്രവിക്കാൻ പറ്റും ആ രീതിയിൽ. കാര്യം ഇവർ യാതൊരു ബഹുമാനവും അർഹിക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം ഭാഷ ഉപയോഗിക്കാൻ തയ്യാറാവുന്നത്. കാര്യം ഇവരെ കിട്ടിയാൽ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള രീതിയിൽ പല്ലിന് പല്ല് ആ രീതിയിൽ തന്നെ ഇവരെ ശിക്ഷ നടപ്പിലാക്കണമെന്നാണ് എനിക്ക് നമ്മുടെ രാജ്യത്തോട് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിനോടും നമ്മുടെ പ്രധാനമന്ത്രിയോടും എല്ലാം പറയാനുള്ളത്. ഒരു കാരണവശാലും നമ്മൾ ഇവരോട് യാതൊരുവിധ ദാക്ഷിണ്യവും ദയവും ഈ തീവ്രവാദികളോട് കാണിക്കാൻ പാടില്ല. നമുക്കറിയാം ഈ അടുത്താണല്ലോ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായി തഹാവൂർ റാണെ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നു. നമുക്കറിയാം അദ്ദേഹത്തിന് ISIS-മായി ഒരു ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ തഹാവൂർ റാണെ വിട്ടുകിട്ടാനുള്ള ഒരു നീക്കമായിരിക്കുമോ പാകിസ്ഥാൻ ഇങ്ങനെ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കരുതേണ്ടിയിരിക്കുന്നു. കാര്യം ഈ തഹാവൂർ റാണെ അങ്ങനെ വിട്ടുകിട്ടില്ല. അത് നയതന്ത്രപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യ തന്നെ ഈ മൻമോഹൻ സിംഗ് വിചാരിച്ചിട്ട് പോലും ഈ തഹാവൂർ റാണെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ മോദിയുടെ കഴിഞ്ഞ 8 വർഷത്തെ അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമം 10 വർഷത്തെ അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമം കൊണ്ടാണ് ഈ ഒരു ഭീകരനെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അടയാളപ്പെടുത്തേണ്ട സംഭവമാണ്. ഒരിക്കലും അങ്ങനെ ഇന്നുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മറ്റൊരു രാജ്യത്ത് കിടക്കുന്ന തീവ്രവാദികളെ ഇന്ത്യക്ക് കൊണ്ടുവന്ന ഒരു കാര്യം അമേരിക്കയ്ക്ക് അത്രത്തോളം ഇന്ത്യയെ വിശ്വാസമാണ്. ഇന്ത്യ അത്രത്തോളം വിശ്വാസമാണ്. ആ വിശ്വാസത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റുന്ന ഈ തഹാവൂർ റാണെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷേ നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ തഹാവൂർ റാണയെ കൊണ്ടുവരുമ്പോൾ ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് തഹാവൂർ റാണയെ ഇന്ത്യയിലെ ജയിൽ ആക്രമിച്ച് ഏതെങ്കിലും തീവ്രവാദികൾ അവിടെ ജയിലിൽ കടന്നു ചെല്ലുകയോ അല്ലെങ്കിൽ ചെന്ന് തഹാവൂർ റാണയെ വധിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തഹാവൂർ റാണയെ പിടികൂടിയതോടുകൂടി പാകിസ്ഥാൻ വല്ലാതെ ഭയപ്പെട്ടു. കാര്യം അജിത് ഡോവലാണ് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. അജിത് ഡോവലിനെ പോലെ ഒരാളിനെ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദി എന്ത് ചിന്തിക്കുമെന്ന് ഒരാഴ്ചയ്ക്ക് മുമ്പേ മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആളാണ് അജിത് ഡോവൽ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ
തഹാവൂർ റാണയെ തിരിച്ച് കിട്ടിയതിൻ്റെ ഉള്ള ഒരു അവരുടെ ഒരു അമർഷം, അവരുടെ ഒരു അടങ്ങാത്ത കലിയാണ് അവരിപ്പോൾ രേഖപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അങ്ങനെയും നമുക്ക് പറയാം. സാർ, നമുക്ക് കുറച്ച് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് കുറച്ച് വാർത്തകൾ കണ്ടപ്പോൾ എല്ലാവരുടെ അടുത്തും മതം ചോദിച്ചതിന് ശേഷമാണ് കൊന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹിന്ദുവാണോ മുസ്ലിമാണോ, ഹിന്ദു ആണെങ്കിൽ ഉടനടി കൊല്ലുന്നതായിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പാകിസ്ഥാനുള്ള ഹിന്ദു വിരോധമാണോ നമുക്ക് ഈ ഒരു ഭീകരാക്രമണത്തിൽ കാണാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അവരുടെ പട്ടാള മേധാവി പാകിസ്ഥാനിൽ ഒരു പാർലമെൻറ്റിൽ നടന്ന ഒരു ചടങ്ങിൽ പാകിസ്ഥാൻ പട്ടാള മേധാവി തന്നെ പരസ്യമായിട്ട് പറയുന്നല്ലോ, ഹിന്ദുക്കളെല്ലാം കാഫറാണ്, അവരെ വകവരുത്തണം, അവരെ യാതൊരു കാരണവശാലും അവരോട് യാതൊരുവിധ ദയയും കാണിക്കരുതെന്ന് പാകിസ്ഥാൻ പട്ടാള മേധാവി തന്നെ അവിടെ പരസ്യമായിട്ട് പ്രസംഗിക്കുന്നത് വീഡിയോസ് എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പിന്നെ ഇന്ത്യയിലൊരു വംശീയ വിദ്വേഷം പടർത്താനോ അല്ലെങ്കിൽ ഒരു വിഭാഗീയത പരത്താനോ വേണ്ടിയിട്ട് അവർ ബോധപൂർവം ഒരു പക്ഷേ പറഞ്ഞതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇന്ത്യയിലൊരു വിഭാഗീയത സൃഷ്ടിക്കുക, ഇന്ത്യയിൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുക, ഇന്ത്യയിൽ ഒരു മതവൈരം വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്ക് ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വ്യക്തമായിട്ട് ചോദിച്ചത്, നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണെന്ന് ചോദിച്ചിട്ടാണ് അവർ അയാളെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് വധിച്ചു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാർ, നമുക്കറിയാം കാശ്മീരിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പട്ടാള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു തീവ്രവാദമോ അല്ലെങ്കിൽ തന്നെ ഭീകരാക്രമണമോ ഒന്നും നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഇന്ത്യ സഖ്യത്തിൻ്റെ ആവശ്യപ്രകാരം അവിടെ ഈ കഴിഞ്ഞ സമയത്ത് തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടമാണ് ഭരിക്കുന്നത്. അപ്പോൾ സാറിന് ഇപ്പോൾ നടത്തിയ ആ ഒരു തിരഞ്ഞെടുപ്പ് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ആ തെരഞ്ഞെടുപ്പിനോട് മോദി സർക്കാരിന് പോലും യാതൊരുവിധ താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാര്യം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ലണ്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി അവിടെ പരസ്യമായി പ്രസംഗിച്ചു, കാശ്മീരിൽ മനുഷ്യാവകാശ ധ്വംസനമാണ് നടക്കുന്നത്, ഇന്ത്യൻ പട്ടാളം ആൾക്കാരെ പിന്നെ വാഹനത്തിൽ കെട്ടിവെച്ച് കല്ലെറിയുന്ന സ്ഥലത്ത് കൊണ്ടുപോകുന്നു, നിരവധി ആരോപണങ്ങൾ സ്വന്തം രാജ്യത്തിനെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അത് പിന്നീട് UN വലിയ ചർച്ചയാവുകയും പിന്നീട് അവിടെ ഇന്ത്യൻ സർക്കാർ പിന്നെ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഭാവിയിൽ നടത്തുമെന്നുള്ളൊരു പ്രസ്താവന അവർക്ക് ഇറക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഒരുപക്ഷെ പശ്ചാത്തപിക്കേണ്ടി വരും. കാര്യം അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടത്തി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇടയ്ക്കൊരു സംഗതി കൂട്ടിച്ചേർക്കാനുണ്ട്. ഇവരെല്ലാം പറയാറുള്ളതാണ് ഈ മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന എല്ലാം ഇലക്ട്രോണിക് മീഡിയ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാലറ്റിൽ അട്ടിമറി നടത്തിക്കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, എന്തുകൊണ്ട് കാശ്മീരിൽ ഒരു BJP സർക്കാർ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? ഒരു ഇലക്ട്രോണിക് അട്ടിമറി നടത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒമർ അബ്ദുള്ളയെ പോലെയുള്ള ഒരാളിനെ അവിടെ കൊണ്ടുവച്ച്, ഒരു തീവ്രവാദ ബന്ധമുള്ള ഒരു നേതാവിനെ അവിടെ കൊണ്ടുവച്ച് കാശ്മീരിൽ ഈ അസ്വസ്ഥത ഉണ്ടാക്കുന്നതിന് പകരം ജനാധിപത്യപരമായി തന്നെ ഒരു BJP അല്ലെങ്കിൽ NDAയുടെ ഒരാളിനെ അവിടെ പിന്നെ ഇലക്ട്രോണിക് ബാലറ്റ് അട്ടിമറിയിലൂടെ അവിടെ കൊണ്ടുവരാൻ BJPക്ക് കഴിയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ അപ്പോൾ അവിടെയൊക്കെയാണ് ഇതുപോലെ നമ്മൾ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയമാണ്. അദ്ദേഹത്തിന് എന്ത് പറയുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. അദ്ദേഹം വരുത്തി വെച്ച വിനയാണ് നമ്മുടെ രാജ്യം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിപ്പോൾ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ടുള്ളതുപോലെയല്ല, നമുക്കൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡബിളായിട്ട് കൊടുക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. കാരണം നമ്മുടെ മോദിയുടെ ഉപദേഷ്ടകന്മാരെടുത്തു കഴിഞ്ഞാൽ അജിത് ഡോവൽ തന്നെ എടുക്കാം. നമുക്കിപ്പോൾ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരുടെ മടയിൽ കയറി കൊല്ലുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാർ, ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്ന സാഹചര്യത്തിൽ ഇനി എന്തായിരിക്കും മോദി സർക്കാർ ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും മോദി സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് പോലും ചിന്തിക്കാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ നമുക്ക് പല സംഗതികളും നമ്മുടെ മുമ്പിൽ തെളിവുള്ളതാണ്. അതായത് ഇന്ത്യയെ നേരത്തെ നമ്മളിപ്പോൾ തഹാവൂർ റാണയെ കൊണ്ടുവന്നു. തഹാവൂർ റാണയെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്ക് എതിരായിട്ട് പാകിസ്ഥാനിലിരുന്ന് ചരട് വലിച്ച 35 പേരിൽ ഏകദേശം 34 പേരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അജ്ഞാതരാണ് ഇവരെയൊക്കെ കൊല്ലുന്നതെന്നാണ് ഏറ്റവും ഭയങ്കര രസകരമായ സംഭവം. പാകിസ്ഥാന് പോലും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല ഇത് ആരാണ് വന്ന് കൊല്ലുന്നത്, എങ്ങനെ വന്ന് കൊല്ലുന്നു, അവർ എങ്ങോട്ട് പോയി എന്നുള്ളത് ഇന്ന് വരെ. അവരെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ അവർക്ക് ഹൈ സെക്യൂരിറ്റി ഉള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് ഇവരെ ഇങ്ങനെ വകവരുത്തുന്നത്. വളരെ നിസ്സാര സമയം കൊണ്ട് സെക്കൻഡ്സിനകത്ത് അവർ ഓപ്പറേഷൻ നടത്തുന്നു, അവർ വായുവിൽ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലാതാവുന്നു. ഈ മായാവി വിദ്യ ഈ അജിത് ഡോവലിനല്ലാതെ ലോകത്ത് വേറെ ഒരു നയതന്ത്ര ഉദ്യോഗസ്ഥനെ കൊണ്ടും ഇത് പറ്റില്ല.
അപ്പോൾ അത്ര സീക്രട്ടായിട്ട് ഇന്നൊരു വർഷം 10 വർഷം കൊണ്ട് ഇത്തരം ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാനഡ ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് വന്നു. കാനഡയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായിരുന്നാലും നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, പഹൽഗാമിലുണ്ടായ നമ്മുടെ പാവപ്പെട്ട നമ്മുടെ സാധാരണക്കാരെ കൊന്നതിന് പ്രതികാരമായിട്ട് തീവ്രവാദികളുടെ പുക ഉടനെ തന്നെ ഉണ്ടാവും. അവരെ ഹൂറികളുടെ അടുത്തേക്ക് ഉടൻ തന്നെ അവരെ അയക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. മോദി ഭരിക്കുന്നിടത്തോളം കാലം നമുക്ക് അത്തരത്തിലുള്ളൊരു കാര്യത്തിൽ ഗ്യാരണ്ടി ഉണ്ട്. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഈ മോദി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ടാകുന്ന പോരാട്ടങ്ങളിൽ മോദി ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. തീവ്രവാദികൾക്ക് യാതൊരുവിധ മൃദു സമീപനം ഉണ്ടാവില്ലെന്ന് നമുക്ക് പറയാം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പാകിസ്ഥാനിൽ ഇവരെ കൊല്ലുന്നത് പോലും, അല്ലെങ്കിൽ ഈ തീവ്രവാദികളെ ചെന്ന് കൊല്ലുന്ന മായാവികളെന്ന് പറയുന്നത് അതും പാകിസ്ഥാനിലുള്ള ആൾക്കാരാണ്. അവിടെയും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു ജനവിഭാഗത്തിനെ മോദി അവിടെ സൃഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. അത്തരം ആൾക്കാരാണ് ഇവരെ കൊല്ലുന്നു എന്നുള്ളതാണ്, ഈ തീവ്രവാദികളെ വകവരുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ പാകിസ്ഥാനിലെ ഒരു. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബലൂചിസ്ഥാനിൽ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് ഏത് സമയം വേർപെട്ട് പോകാം, ആ തരത്തിലാണ് അവിടെ കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മോദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അജിത് ഡോവലിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു വിഷയമേ അല്ല. പക്ഷേ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം ചെയ്യാമെന്നത്, ഈ യുദ്ധം ചെയ്യണമെങ്കിൽ പോലും ആ രാജ്യത്തിനൊരു യോഗ്യത വേണം. പട്ടിണിയും പരിവട്ടമായിട്ട് പട്ടാളക്കാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയാതെ 3-4 മാസത്തിലൊരിക്കലാണ് അവിടെ ശമ്പളം കൊടുക്കുന്നത്. ഇന്ത്യൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഷൂവിൻ്റെ 10-1 വില പോലും ഇല്ലാത്ത റെക്സിന് ഉപയോഗിച്ച സാധാരണ ഷൂ ആണ് അവിടുത്തെ പട്ടാളക്കാർ ഉപയോഗിക്കുന്നത്. വളരെ മോശം വസ്ത്രധാരണമാണ്, മോശം യൂണിഫോമാണ്, അവർക്ക് യാതൊരുവിധ ഡിസിപ്ലിനും ഇല്ല, നല്ല ആയുധങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ അത്രയും ദുർബലപ്പെട്ട് ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ കഴിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിനൊന്നും ഇന്ത്യ ഇറങ്ങില്ല. കാര്യം അതിനുള്ള യോഗ്യതയൊന്നും പാകിസ്ഥാനില്ല. ഒരു രാജ്യമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം അവൻ്റെ നമ്മുടെ രാജ്യത്തിനുള്ളതിൻ്റെ ഒരു 4-1 ആയുധങ്ങളെങ്കിലും വേണം. ഇത് ഒന്നുമില്ലാത്ത കുറച്ച് പഴയ തോക്കുകൾ കൊണ്ട് നടക്കുന്ന ഒരു രാജ്യത്തിനോട് നമ്മൾ എന്ത് ചെയ്യുക, യുദ്ധം പ്രഖ്യാപിക്കുന്നത് നമുക്ക് നാണക്കേടാണ്. പക്ഷേ അതിന് പകരം ഈ വൃത്തികെട്ടവന്മാരെല്ലാം അവരുടെ മടയിൽ ചെന്ന് നിന്ന് ഓരോരുത്തരായിട്ട് ഇഞ്ചിഞ്ചായിട്ട് മോദി വകവരുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 29 പേരെ കൊന്നതിന് പ്രതികാരം 2500 പേരെ മോദി വകവരുത്തിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെന്തായിരുന്നാലും തന്നെ ആ വാർത്തയെ നമുക്ക് ഈ ഫ്ലോറിൽ താമസിയാതെ നമുക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടും.